ശംസുദ്ദീൻ പാലത്ത് പറയുകയാണ് മുസ്ലിം സ്ത്രീകൾക്ക് ജിന്നെന്ന് കുട്ടികളും ജനിച്ചുവല്ലോ. അപ്പൊ അവിവാഹിതയായ പെണ്ണുങ്ങളൊക്കെ കഴിച്ചിലാട്ടെ ഗർഭിണിയായാലേ പിശാചെന്ന് ഇതാക്കിയാന്ന് പറഞ്ഞ ആ ജിന്നുകള് മുസ്ലിം സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടികൾ വരെ ജനിച്ചു. അപ്പൊ പല രൂപത്തിൽ വരികയാണെങ്കിൽ പെണ്ണിന് ഭർത്താവിനെ ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റാ? നിങ്ങൾ മനുഷ്യൻ അല്ലെങ്കിൽ ജിന്ന് മുമ്പ് സ്പർശിച്ചിട്ടില്ലാത്ത ത്വമസ എന്ന് പറഞ്ഞാൽ വെറുതെ സ്പർശിക്കല്ല, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുക എന്നാണ്. മുമ്പ് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടാത്ത ഹൂറുൽ ഐൻ ആയിട്ടുള്ള സ്വർഗ സ്ത്രീകളെയാണ് ഒരുക്കി വച്ചിരിക്കുന്നത്. അവിടെ ജിന്നിനെയും പറഞ്ഞു. അപ്പൊ ജിന്നുകൾ വീഴ്ചയിൽ ഏർപ്പെടും, ജിന്നുകൾ വിവാഹിതരാകും എന്നൊക്കെ സൂചിപ്പിക്കുന്നു. ഇത് നേരത്തെ ഞാൻ ഓതിക്കേൽപ്പിച്ച സൂറത്തുർ റഹ്മാൻ 56-ാമത്തെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്പോ അതാണ് മുജാഹിദീങ്ങൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവരെ തന്നെ വിശദീകരിക്കുകയാണ്. ഞാൻ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. ഇങ്ങനെ ജിന്നുകളിൽ നിന്ന്, ഇബ്ലീസിൽ നിന്ന്, പിശാചുക്കളിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുകയും അവരെ പേടിക്കുകയൊക്കെ ചെയ്യുന്ന ഈ സ്വഭാവം പലയിടത്തും നമ്മളെ സഹായിക്കാൻ ജിന്നുണ്ട് എന്നൊക്കെ പറയുന്നത് മക്കാ മുശ്രിക്കീങ്ങളുടെ വിശ്വാസമാണ് എന്ന് അടുത്ത മൗലവി പ്രസംഗിക്കുന്ന കേൾപ്പിക്കണ്ടേ? ഇവര് വലിയ മക്കാ മുശ്രിക്കീങ്ങളെ കാണിച്ചിട്ടാണല്ലോ സുന്നികളെ പഠിപ്പിക്കാറുള്ളത്. സുന്നികളെ ഇവർ ഭയപ്പെടുത്തുക, അല്ലേ? അങ്ങാടിയിൽ നിന്നിട്ട് സുന്നികൾക്കെതിരെ പ്രസംഗിക്കാൻ. ഇനി CP ഉമർ സുലൈമി പ്രസംഗിക്കുന്ന നിങ്ങൾ കേട്ടുള്ള സഹോദരന്മാരെ, ഇങ്ങനെ മൗലവി ഗ്രൂപ്പുകാരൊക്കെ പ്രസംഗിച്ചത് മക്കാ മുശ്രിക്കീങ്ങളുടെ തനിവാദാണ് എന്ന് CP ഉമർ സുലൈമി പ്രസംഗിക്കുന്നു. നിങ്ങൾക്ക് ആ ഭാഗം ശ്രദ്ധിക്കാം. എന്നാൽ ഇപ്പോൾ ഈ പുതിയ ആധുനിക ഖുറാഫികൾ പറയുന്നത് അവരുടെ എല്ലാവരുടെയും കൂടെ ഒരു ജിന്ന് രക്ഷപ്പെടുത്താനുണ്ടാകുമെന്നും ഓരോ അപകടത്തിനും വരുമ്പോൾ ആ ജിന്ന് അവരെ രക്ഷപ്പെടുത്തുമെന്നും അങ്ങനെ ആ ജിന്നിനോട് രക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കാമെന്നുമാണ് അവർ അതുകൊണ്ട് വരുത്തുന്നത്. ഇത് പണ്ട് ഖുറൈശികൾ ചെയ്ത അതേ ശിർക്കിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. ഖുറൈശികളുടെ വിശ്വാസം തന്നെ ഏതൊരു സ്ഥലത്ത് ചെന്നാലും അവിടെ രക്ഷിക്കാൻ ഒരു ജിന്നുണ്ട്, ആ ജിന്ന് രക്ഷ തേടുക എന്ന് വേണ്ടത്. അന്നഹുഖാൻ റിജാലിമിനൽ ഇൻസി യഊദുന ബി റിജാലിമിനൽ ജിന്നി ഫസാദൂഹും റഹഖ, ഖുർആനെ പറ്റി പറഞ്ഞതാണ്. മനുഷ്യന്മാരിൽപ്പെട്ട ചില ആളുകൾ ജിന്നിൽപ്പെട്ടവരോട് രക്ഷ തേടുകയും ആ രക്ഷ തേടുമ്പോൾ ഇവർക്ക് ഞങ്ങൾ രക്ഷകന്മാരെ തന്നെ എന്നുള്ള അഹങ്കാരം വർദ്ധിക്കുകയും ചെയ്യും. അതാണ് മക്കാ മുശ്രിക്കുകൾ ചെയ്ത ശിർക്കിനെ പറ്റി ഖുർആൻ പറയുന്നത്. പക്ഷെ ആ ശിർക്കിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ഇങ്ങനെ ഓരോ ജിന്നും രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന്. അപ്പോ ഈ ജിന്ന് രക്ഷപ്പെടുത്തും എന്ന് തുടങ്ങിയുള്ള വാദങ്ങളൊക്കെ മക്കാ മുശ്രിക്കീങ്ങളുടെ ആ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്ന പരിപാടിയാണ്. ആധുനിക ഖുറാഫികളായ മൗലവി ഗ്രൂപ്പ് മുജാഹിദീങ്ങൾ ഈ പണിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പറ്റി തർക്കമില്ലാതെ പണ്ടേവര് മക്കാ മുശ്രിക്കീങ്ങൾ എന്ന് പറഞ്ഞവരല്ലേ, അല്ലേ? അബൂജഹലുമാരാണ് ഞാൻ അതാണ് ആദ്യം തന്നെ കേൾപ്പിച്ചെന്നത്. സഹോദരന്മാർ ശ്രദ്ധിക്കുക, നമ്മൾ ഇവരെ കൂടെ പോകേണ്ടത്. നിങ്ങൾ ആലോചിക്കുക, ഇവരെന്നെ അങ്ങോട്ട് പറയല്ലേ മക്കാ മുശ്രിക്കീങ്ങളെ പോലെയാണ് വരുന്നത്. ഈ രൂപത്തിൽ രംഗത്ത് വന്ന ഈ വിഭാഗം ആളുകൾ എന്നിട്ട് ഇവര് പറയുന്നതെന്നറിയോ? ഞാൻ ഒറ്റ ഭാഗം കൂടി ആ വിഷയവുമായി ബന്ധപ്പെട്ട് കേൾപ്പിച്ചു തരാം. ബാക്കി ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ പിന്നീടൊരു സമയത്ത് ആകാം എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയും ഉണർത്തുകയും ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവർ പിന്നെ പറയുന്നത് സക്കരിയ സ്വലാഹി ഗൾഫിൽ വെച്ച് പ്രസംഗിച്ചു പോലും. എന്താ പ്രസംഗിച്ചത്? ആദം നബിയും ഹവ്വാ ബിയും സ്വർഗത്തിലുള്ള സമയത്ത് അവര് ആ അടുക്കരുത് എന്ന് പറഞ്ഞപ്പോ മരത്തിന്റെ പഴം അവർ ഭക്ഷിച്ചല്ലോ. അതെങ്ങനെയാ സംഭവിച്ചത്? ഇബ്ലീസ് അത് സ്വർഗത്തിൽ കയറിയിട്ട് അവർക്ക് വസ്വാസം ഉണ്ടാക്കിയതാണ് എന്ന് ആര് പ്രസംഗിക്കുക? നമ്മളെ സക്കരിയ സ്വലാഹി. സക്കരിയ സ്വലാഹി മുജാഹിദിന്റെ പണ്ഡിതൻ. ഈ വിഷയം എടുത്തു വെച്ചുകൊണ്ട് മുജാഹിദ് മൗലവി പറയാണ്, സലാം സ്വലൈമി പ്രസംഗിക്കുകയാണ്, ഇവർ ഖുർആൻ പഠിക്കുന്നില്ല. ഞങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്? ഞങ്ങൾ പറഞ്ഞെങ്കിൽ രണ്ട് ഗ്രൂപ്പും ഖുർആൻ പഠിക്കില്ല എന്നാ. നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഇപ്പൊ അപ്പുറത്തേക്ക് പറഞ്ഞ് നിങ്ങൾ പഠിക്കില്ല, മറ്റൊരു അപ്പുറത്തേക്ക് പറഞ്ഞ് നിങ്ങൾ ഖുർആൻ പഠിക്കില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞെങ്കിൽ രണ്ട് ഗ്രൂപ്പ് ആകുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞെങ്കിൽ ഖുർആൻ പഠിക്കുന്നില്ല, അല്ലേ? ഞങ്ങളതാ ചെയ്തത്. നിങ്ങൾ ഖുർആൻ പഠിക്കുന്നില്ല, അങ്ങനെ അടിസ്ഥാനം ശരിയില്ല. ഇപ്പൊ നിങ്ങൾ പറയുന്നെന്താ? മടവൂർ ഗ്രൂപ്പാരും മൗലവി ഗ്രൂപ്പാരോട് പറയും നിങ്ങൾ ഖുർആൻ പഠിക്കില്ല. മൗലവി ഗ്രൂപ്പാരും മടവൂർ ഗ്രൂപ്പാരും നിങ്ങൾ ഖുർആൻ പഠിക്കുന്നില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞെങ്കിൽ രണ്ടുകൂട്ടരും ഖുർആൻ പഠിക്കുന്നില്ല. ഞങ്ങൾ ഈ സമുദായത്തിന് വേണ്ടി ചെയ്ത സേവനം അതാണ്. ഞങ്ങൾ ഉലമാ ചെയ്ത സേവനം അതാണ്. നിങ്ങൾ രണ്ടു കൂട്ടരും ഖുർആൻ പഠിക്കുന്നില്ല. മുറക്കി പിടിക്കണം എന്നാ പറയാറുള്ളത്. അത് ഞങ്ങൾ തുറന്നു നോക്കി ജനങ്ങളെ പഠിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഈ ആശയം സുന്നത്യമായിട്ടുള്ള ആളുകൾ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യാത്തത്. കേട്ടുള്ള സഹോദരന്മാരെ, ആ ഭാഗമാണ് നിങ്ങൾക്ക് ഇനി അടുത്ത കേൾക്കാൻ കഴിയുക. ഏറ്റവും വലിയ തെളിവാണത്. അതിന് ഞാൻ വിമർശിക്കല്ല. ഈ പണ്ഡിതൻ തന്നെ ഇദ്ദേഹത്തോട് ഗൾഫിലൊരു ചോദ്യം ചോദിക്കാം. എങ്ങനെ ഇബ്ലീസ് ആദം നബിനെ ഹവ്വാ ബിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി?
എങ്ങനെയാണ് ചോദിക്കാണ് ഈ ജാക്കേലക്കിനോട് ചോദിക്കാണ്. ഇവർക്ക് ഖുർആനായിട്ടൊരു ധാരണയില്ല, ജിന്നും ഇബ്ലീസിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. ഏറ്റവും വലിയ തെളിവാ. ഇദ്ദേഹത്തോട് ഗൾഫിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കുക, അതിന്റെ കാസറ്റിന്റെ ഇതിലുണ്ട്. എങ്ങനെ ആദമിനെയും ഹവ്വായിനെയും വഴികേടിലാക്കാൻ ഇബ്ലീസ് സ്വർഗത്തിൽ പ്രവേശിച്ചത്? അതിന് മറുപടി പണ്ഡിതൻ പറഞ്ഞെന്താന്ന് അറിയുന്നത്? പരിശുദ്ധ ഖുർആന്റെ നസ്സിന് വ്യക്തമായ നിർദ്ദേശത്തിനെതിരെ മുസ്ലിം ലോകത്ത് ഒരു ഒറ്റ പണ്ഡിതൻ പറയാത്ത അഭിപ്രായം. അദ്ദേഹം പറഞ്ഞത്, പടച്ചോന് ഇബ്ലീസിനെയും ശൈത്താനെയും ആദമിനെയും ഹവ്വിനെയും ഒന്നിച്ച് തന്നെയാ സ്വർഗത്തിൽ താമസിപ്പിച്ചത്. അത് വിശ്വസിക്കാൻ നമുക്ക് നിർബന്ധമാണ്. ഖുർആനാ പറഞ്ഞത്. നോക്കി നിങ്ങൾ സൂറത്ത് അറാഫിൽ 10-11 ആയത്തിന് പഠിച്ചു നോക്കിക്കൂടെ? അപ്പോ സൂറത്തുൽ അറാഫിലെ 10-11 ആയത്തെങ്കിലും പഠിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ അപകടം ഇവർ പറയുമായിരുന്നില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ രൂപത്തിലാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ. അപ്പൊ പരിശുദ്ധ ഖുർആൻ ഇവർ പഠിക്കില്ല, പഠിക്കുന്നുണ്ടെങ്കിൽ ഈ വിഷയങ്ങൾ അവർ പറയുമായിരുന്നില്ല എന്ന് ഈ മൗലവിമാർ പ്രസംഗിക്കുകയും ഇവര് നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഇതാണ് മൗലവിമാരുടെ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്. എന്നിട്ട് ഇതൊക്കെ മൗലവിമാര് പറഞ്ഞിട്ടോ, ഇനി അടുത്ത ഞാൻ കേൾപ്പിക്കാൻ പോകുന്ന അതാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് ഈ രൂപത്തിൽ ഖുർആൻ പഠിക്കാതെ വിവരക്കേടുകൾ വിളിച്ചു പറയുന്ന ഈ മൗലവിമാര് അവർ സമസ്തയിലെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ സംബന്ധിച്ച് പറയുന്നു, അവർ മാനസിക രോഗികളാണ് എന്ന് ആരോപണം തിരിച്ചിങ്ങോട്ട് ഉന്നയിക്കുന്നത് കാണാം. മാനസിക രോഗം എവിടെയാണെന്ന് ഈ സമുദായത്തിന് വ്യക്തമാണല്ലോ. നാദാപുരത്ത് വെച്ച് ഇവരുടെ സലഫി പ്രസംഗിക്കുകയാണ്, മാനസിക രോഗികളാണ് സമസ്തയിലെ ആലിമീങ്ങൾ. മാനസിക രോഗമുണ്ടാവുക എന്നതാണ് സമസ്തയിൽ മെമ്പറാകാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പോലും പ്രസംഗിക്കുന്നു. മാനസിക രോഗമില്ലാത്തവർക്ക് സമസ്തയിൽ മെമ്പറാകാൻ പറ്റുമോ? ഒരിത്തിരിയൊക്കെ അരപ്പിരിയുള്ളവനെ അതിൽ പോകുള്ളൂ. ഒരു ആവറേജ് പൂർണ്ണ ബുദ്ധിയുള്ളവനൊക്കെ അപ്പുറത്താ. ഇതല്ലെങ്കിൽ ആർക്കാ തിരിയാത്തത്? എന്നിട്ട് മൂപ്പര് ഇവിടെ വന്ന സമസ്തയിലെ ആലിമീങ്ങൾക്ക് മുഴുവനും ലൂസ. ഇവിടെ വന്ന ആള് എന്ന് പറഞ്ഞാൽ പേരോട് സാധനം കൊണ്ടാ പറഞ്ഞേ ലൂസ. കണ്ടോ? ഇതാണ് ഈ സംസ്കാരം. ഈ സംസ്കാരത്തിന്റെ ആളുകൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് വരെ വേണോ? നിങ്ങൾ ചിന്തിച്ചോളി, ആലോചിച്ചോളി. ഞാൻ അത്രയും ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നുള്ളൂ. വളരെ നന്നായി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് മാത്രമല്ല, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ ഇബ്ലീസിനോടും ഖാറൂനോടും ഹാമാനോടും